92 സങ്കീർത്തനം അതിന്റെ 12 വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. അതേ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും വളരുവാൻ സാഹചര്യമില്ലാത്ത ചില ഇടങ്ങളിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ കർത്താവ് പറയുകയാണ്, കർത്താവ് നിങ്ങളെ വളർത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ ശിരസ് കുനിയാൻ, നിങ്ങൾ വീണു പോകുവാൻ കർത്താവ് ഒരിക്കലും സമ്മതിക്കത്തില്ല. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17 അധ്യായം 7-8 വാക്യങ്ങൾ കൂടെ ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത് പറയട്ടെ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതേ പ്രിയരെ, യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി വളരാൻ സാഹചര്യമില്ലാത്ത ഏത് ഇടങ്ങളിൽ, ഏത് സ്ഥലത്താണ് അവനായിരിക്കുന്നതെങ്കിൽ അവൻ വീണു പോകത്തില്ല. ചില ചൂടുള്ള സ്ഥലങ്ങളിലും അതികഠിനമായ തണുപ്പുള്ള സ്ഥലങ്ങളിലും ചില വൃക്ഷങ്ങൾ, ചില ചെടികൾ, അത് മറ്റുള്ള വൃക്ഷങ്ങളും ചെടികളും എല്ലാം ഉണങ്ങി ഇലയൊക്കെ പൊഴിഞ്ഞു നിൽക്കുമ്പോഴും അതിന്റെ ഒക്കെ ഇടയിൽ തല ഉയർത്തി നിൽക്കുന്നത് പോലെ ചില ഇടങ്ങളിൽ വളരുവാൻ സാഹചര്യമില്ലാത്ത ചില ഇടങ്ങളിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വളരുക തന്നെ ചെയ്യും. പിന്നീട് പറയുന്നു, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. അതെ, ആറ്റരികത്തുള്ള വൃക്ഷമെന്ന് പറഞ്ഞാൽ വലിയ വെള്ളപ്പൊക്കം വരുമ്പോൾ ആ വൃക്ഷത്തിന്റെ അരികിലുള്ള മണ്ണൊക്കെ ഒലിച്ചുപോയി ആ വൃക്ഷം താഴെ വീഴാൻ എല്ലാ സാധ്യതയുള്ളപ്പോഴും ആ വൃക്ഷത്തിന്റെ വേരുകൾ അവിടെ ആ ആറ്റിന്റെ തീരത്ത് അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന പോലെ ഒരിക്കലും നിലനിൽക്കാൻ കഴിയാത്ത ചില ഇടങ്ങളിൽ എങ്ങനെ മുന്നോട്ടു പോകും, എന്റെ ഭാവി എന്തായി തീരുമെന്ന് വ്യാകുലപ്പെട്ട് ഭാരത്തോടെ ആയിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, വീണു പോകാൻ സാഹചര്യമുള്ള ആ ഇടങ്ങളിലും നിങ്ങളുടെ തല കുനിയാൻ കർത്താവ് സമ്മതിക്കത്തില്ല. നിങ്ങൾ അവിടെ വളരുക തന്നെ ചെയ്യും, നിങ്ങൾ അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷമാക്കി നിങ്ങളെ അവിടെ നിർത്തുക തന്നെ ചെയ്യും. അതെ, പിന്നീട് അവിടെ പറയുകയാണ്, ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. എത്രയൊക്കെ അതികഠിനമായ ചൂട് വന്നാലും ആമേൻ, ആ മരുഭൂമിയിൽ അവൻ വളരേണ്ട ചില വൃക്ഷങ്ങളുണ്ട്, ഫലം പുറപ്പെടുവിക്കുന്ന ചില വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷങ്ങൾ ഒരിക്കലും വീണു പോകാതെ തല ഉയർത്തി അവിടെ നിൽക്കുന്നത് പോലെ മരുഭൂമി സമാനമായ വിഷയങ്ങളുടെ നടുവിലായിരിക്കുന്ന പ്രിയരെ, നിങ്ങൾ അവിടെ വീണു പോകത്തില്ല, നിങ്ങൾ അവിടെ തല ഉയർത്തി നിൽക്കുക തന്നെ ചെയ്യും. പിന്നീട് അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അതേ പ്രിയരെ, എന്തൊക്കെ ആമേൻ മരുഭൂമി സമാനമായ വരൾച്ച പോലെയുള്ള വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നിങ്ങൾ ഭാരപ്പെടേണ്ട. ആ വരൾച്ചയിലും ആമേൻ ഒരു വാട്ടവും സംഭവിക്കാതെ മറ്റനേക വൃക്ഷങ്ങൾ ഉണങ്ങി നിൽക്കുമ്പോൾ, മറ്റനേക വൃക്ഷങ്ങളുടെ ഇലയൊക്കെ പൊഴിഞ്ഞവിടെ നിൽക്കുമ്പോൾ ആമേൻ, ഈ അതിന്റെ ഇടയിലും തല ഉയർത്തി നിൽക്കുന്ന വൃക്ഷം പോലെ കർത്താവ് നിങ്ങളെ ഈ ദിവസങ്ങളിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരിക്കലും ആമേൻ വളരാൻ സാഹചര്യമില്ലാത്ത, ഒരിക്കലും ഉയരുവാൻ കഴിയാത്ത, ഒരു പച്ച പിടിക്കാൻ കഴിയാത്ത ചില മേഖലകളിൽ കർത്താവ് പറയുന്നു, നിങ്ങളുടെ തലകളെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. നമ്മുടെ ശിരസുകളെ കർത്താവ് ഉയർത്തുന്ന ആമേൻ ദിനങ്ങളാക്കി ഈ ദിവസങ്ങൾ കർത്താവ് തീർക്കുന്നു. ഈ വചനത്തെ മുറുകെ പിടിക്കുക. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.